നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആഹാ, ശരത് മോൻ ബൈക്കിനെ കഴുകുവാണ്. അല്ല, ബൈക്കിനെ കുളിപ്പിക്കോ? അത് കറക്റ്റാ. കുളിപ്പിച്ച് കിടത്തുന്നതാണല്ലോ ശരത് മോന്റെ ഒരു രീതി. അച്ഛനിപ്പോ എന്താ വേണ്ടേ? അല്ല മോനെ ശരത്തെ, എനിക്കൊരു സംശയം. എന്ത് സംശയം? അല്ല ശരത് മോനെ, എന്റെ അമ്മയുടെയും ഫാമിനി കൊച്ചമ്മയുടെ ഒക്കെ മുമ്പിൽ വെച്ച് വലിയ വീരവാദം മുഴക്കുന്ന കേട്ടല്ലോ. എന്ത് വീരവാദം? അല്ല, നിരഞ്ജൻ ഡോക്ടർ കൊടുക്കാനുള്ള കാശിന് വേണ്ടി മോനെന്തോ വലിയ ത്യാഗമൊക്കെ ചെയ്യാൻ പോവാന്ന്. ആറ്റുനോറ്റ് കെട്ടിപ്പൊക്കിയ വില്ല അങ്ങ് വിറ്റ് കളയാൻ പോവാന്ന്. പറഞ്ഞു. അത് വീരവാദമൊന്നുമല്ല, ഉള്ള കാര്യം. ഇല്ലാത്ത വില്ല എവിടുന്ന് എടുത്തിട്ട് വിൽക്കാനാടാ ശരത്തെ? പട്ടിട്ടും കള്ളം മുന്നോട്ടൊന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടു. ഇല്ലാത്ത വില്ലയും വല്ലാത്ത പൊല്ലാപ്പും. ഈ ന്യൂ ജനറേഷൻ സിനിമകളുടെ പേര് പോലെ ഉണ്ടല്ലോ. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ശരത്. സംഘടനം മനോഹരൻ. അച്ഛൻ ഇവരെ കൂട്ടുപിടിച്ച് എന്നെ പരിഹസിക്കാൻ വന്നോ? ഓ, പരിഹാസമൊന്നും അല്ല മോനെ. ശരത് മോൻ നെഞ്ചും പിരിച്ചു എന്ന് പറഞ്ഞു കേട്ടപ്പോ പുള്ളി വന്ന ഒരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. വണ്ടി വിറ്റിട്ടാണെങ്കിലും വില്ല വിറ്റിട്ടാണെങ്കിൽ ശരത്ത് കാശ് തരും. അല്ലാതെ ഹൃദയം വിറ്റിട്ട് കഞ്ഞി കുടിക്കേണ്ട ഗതിയൊന്നും ശരത്തിന്. അതിന് ഹൃദയം വേണ്ട അച്ഛാ. അത് വേണം. അച്ഛാ പ്ലീസ്, ഇവരെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. ഇപ്പൊ കൊള്ളാം. പക്ഷെ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും ശരത്തെ. അത് മോനെ, പിന്നെ പണം കണ്ടെത്താൻ നീ എന്ത് വഴിയും കണ്ടെത്തുമെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു അപേക്ഷ, എന്റെ മകൾക്ക് സംഭവിച്ച പോലെ ഒരു ദുരന്തം മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കരുത്. ഏതെങ്കിലും ഒരു പാവപ്പെട്ട അച്ഛൻ്റെ അമ്മയുടെയും സ്വപ്നം നീ തൂക്കി വെക്കരുത്. ഈ കൊണ്ടുവരുന്ന നോട്ടുകളിൽ ആരുടെയും കണ്ണുനീരും ചോരയും ചൊവ്വയ്ക്കരുത്. വാ മോളെ. മുടിഞ്ഞൊരു വീഴ്ചയായിപ്പോയി. ദേവിക എന്ന് പറഞ്ഞ മുടിഞ്ഞവളെ കൊല്ലണം. പാർവതി, എടി പാർവതി, എടി പാർവതിയേ, ഈ മുടിഞ്ഞവൾ എവിടെ പോയി കിടക്കുക? അവളുടെ ചെവി പൊട്ടിപ്പോയോ? പാർവതിയേ, എന്താ അമ്മേ, എന്താ പറ്റിയേ? ഓ, എന്നതാടാ മനോഹര, നിന്റെ അച്ചിക്ക് ചെവിയും കേൾക്കത്തില്ലേ? അതോ 2 ദിവസം ഞാൻ കിടപ്പായതുകൊണ്ട് വിലാസിനെ അനുസരിക്കണ്ടെന്ന് വിചാരിച്ചോ? എന്റെ പൊന്നമ്മേ, അമ്മ വിളിച്ചത് ഞങ്ങൾ കേട്ടു. അതല്ലേ 4 കാര്യം പറിച്ച് ഓടി വന്നത്. എന്തു പറ്റിയമ്മേ? എന്തെങ്കിലും വയ്യായികയുണ്ടോ? അവക്ക് എന്റെ അവശത അറിയാനാ താല്പര്യം. നടുവിനൊരു പിടുത്തമുണ്ട്. വല്ല കുഴമ്പ് വിട്ടൊന്ന് തിരുമണം, ഒന്ന് ചൂടും വെക്കണം. ചെയ്യമ്മേ. എടി ഇപ്പൊ ചെയ്യാനല്ല, വൈകിട്ട് മതി. പിന്നെ എനിക്ക് വൈകിട്ടത്തേക്ക് ഓട്സ് കഞ്ഞി തന്നെ മതി. ദേ ഭാമിനിക്ക് എന്നതാന്ന് വെച്ചാ ചോദിച്ചുണ്ടാക്കി കൊടുക്കണം. അവൾ അങ്ങനെ എന്നെ പോലെ വാട്ടക്കഞ്ഞി കുടിച്ച് കിടക്കുന്നോളൊന്നും അല്ല. പിന്നെ കടംകൊടി പിന്നെ 7 കോഴ്സ് ഡിന്നറല്ലേ എന്നും. നിനക്കെന്തോന്നാടാ ഒരു പുച്ഛം? അയ്യോ, എനിക്കൊരു പുജ്ഞോ ഇല്ലേ. അല്ലമ്മേ, ഭാമിനി കൊച്ചമ്മ ഇവിടെ സ്ഥിരതാമസമാക്കാനാണോ പദ്ധതി? ആണെങ്കി അയ്യോ, ഒന്നും ഇല്ലേ. വെള്ളപ്പൊക്ക സമയത്ത് അങ്ങനെ എന്തെല്ലാം സാധനങ്ങൾ കയറി വരും. പാമ്പ് വരും, പഴുതാര വരും, ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒച്ച വരും. സ്വാഭാവികം. അല്ലമ്മേ, കൊച്ചമ്മയെ കണ്ടില്ലല്ലോ. സാധനം എവിടെ പോയി? അവളൊന്ന് ബാങ്കിൽ പോയി വരും. ഓ, അറിയാലോ ഭാമിനിയുടെ സ്വഭാവം. അത് തന്നെയല്ല, അവളെ കെട്ടിയോനും അത്ര മോശക്കാരനൊന്നും അല്ല. അതുകൊണ്ടാണല്ലോ കൊച്ചമ്മ ഇവിടെ വന്ന് നിൽക്കുന്നത്. എടാ, അത് ഞാൻ നിർബന്ധിച്ചിട്ട്. ഓ, ഞാൻ പറയുന്നത് വരെ ഭാമിനി ഇവിടെ കാണും. നിന്റെ മരുമോളുടെ കയ്യിന്നേ എനിക്കൊന്ന് രക്ഷപ്പെടണമല്ലോ. എന്റെ അമ്മേ ദേവിക എന്നായിരുന്നു നീ പറയുന്നേ? അമ്മ സ്വയം ഓടിച്ചാടി തെന്നി വീണതല്ലേ? ഓ എടാ, ഭ്രാന്ത് പിടിച്ചവള് വാക്കത്തി എടുത്താ പിന്നെ ഓടാതിരിക്കാൻ പറ്റുമോ? അതിന്റെ കൂടെ മുടിഞ്ഞൊരു പനിയും. പനിയേ ക്ലൈമറ്റിന്റെ? അവനും മുടിഞ്ഞു പോത്തേ ഉള്ളൂ. ഓ എന്റെ അമ്മേ, ക്ലൈമറ്റ് എന്ന് പറഞ്ഞ കാലാവസ്ഥ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. മുത്തശ്ശിയും ഞാനൊന്ന് അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയില്. നീ കോടി മൊത്തങ്ങ കടി.
നിനക്ക് വേണ്ടി ഒരു കറുത്ത പൂവൻ കോഴിയും കറുത്ത മുട്ടനാടിനെയും ഞാൻ ഒഴിഞ്ഞ് നേർന്നു വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഒന്ന് എഴുന്നേറ്റോട്ടെ. അമ്മ എന്തിനാ അമ്മ ദേവി എങ്ങനെ ശത്രുവായിട്ട് കാണുന്നത്? നിനക്കല്ലെങ്കിലും പെറ്റതള്ള ശത്രുവാണല്ലോ. അമ്മ എങ്ങനെ അമ്മ എന്റെ ശത്രുവാകുന്നേ? ആ, എനിക്കാകെ അമ്മയോടുള്ള വിഷമം അമ്മ ആ ശരത്തിന്റെ എന്റെ മോടയും വാക്ക് കേട്ട് കോമാളി വേഷം കെട്ടുന്നോണ്ടാ. ആ. അവരാ അമ്മ കുരങ്ങളിപ്പിക്കുന്നത്, ഉം, ഉം. അല്ലാതെ പാവം പിടിച്ച ദേവികയല്ല. പ്യാവം പിടിച്ച ദേവിക. പെറ്റതള്ളയോടില്ലാത്ത അരിവ അവന് മരുമോളോട്. എടി പാർവതിയെ, എന്റെ തൊണ്ട വരളുന്നു. ഇച്ചിരി ചൂടുവെള്ളമെങ്കിലും എടുത്തോണ്ട് താ. ചൂടോടെ കൊണ്ട് എന്തോ ഒരു സ്നേഹം എന്നോട്. എടാ, ശരത്ത് മോനും നിത്യമോളും എനിക്ക് പറഞ്ഞു തരുന്നതേ ദൈവിക കാര്യങ്ങളാ. അറിയാവോ, ശരത്ത് മോൻ ഇപ്പൊ ഭക്തി കൂടി. ആ, എല്ലാ പെരുങ്കള്ളന്മാരുടെ അവസാന ആശ്രമമായി ഭക്തിമാർഗം, അല്ലെങ്കിൽ രാഷ്ട്രീയം. വാൽമീകി രാമായണം എഴുതിയെന്ന് വെച്ച് എല്ലാ കള്ളന്മാർക്കും രാമായണം എഴുതാൻ പറ്റുമോ അമ്മേ? ഇല്ലല്ലോ. നീ അങ്ങനെ കൊച്ചാക്കി സംസാരിക്കൊന്നും വേണ്ട. എടാ, ദൈവത്തിന് എന്നെ അറിയാം. അമ്മേ, ദൈവം എവിടെയാ? അങ്ങ് ദൂരെ സ്വർഗത്തില്. സ്വർഗത്തില്. ഈ സ്വർഗമൊന്നും സാധനം എവിടെയാ? ആകാശത്തിന്റെ അപ്പുറത്ത്. ആ, അമ്മ അമർ ചിത്രകഥയുടെ മൂടിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ലല്ലേ? എന്റെ അമ്മ, സ്വർഗവും നരകവും ഒക്കെ അവനവന്റെ ഉള്ളിൽ തന്നെ. ഓരോരുത്തരുടെ ചിന്തകളും പ്രവൃത്തിയും ഒക്കെയാ അവനവന്റെ പ്രാർത്ഥന. അതിനനുസരിച്ച് ഭൂമി തന്നെ കിട്ടും സ്വർഗവും നരകവും ഒക്കെ. മനസ്സിലായോ? ആ, അതിനമ്മ ഈ വയ്യാത്ത നടുവും വെച്ച് ഏണി വെച്ച് ആകാശത്തോട്ട് കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല. ആടിനെയും കോഴിയൊന്നും നേരുകയും വേണ്ട. മോൾക്ക സുധിയ. സുധിമോനോ? ആഹാ, അങ്ങേ ലോകത്ത് ഇപ്പൊ ഫോൺ കണക്ഷൻ ഒക്കെ കിട്ടുവോ? സുധി എന്ന് പറഞ്ഞ സിദ്ധു, ആ, സിദ്ധാർത്ഥൻ. ഹൃദയ കോമളൻ. ഓ, ആ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ശരി, നടക്കട്ടെ. നാണമില്ലടാ നിനക്ക്. ഹലോ. ഹലോ മാഡം. പറയണം സർ. ഞാൻ പെട്ടെന്ന് വെച്ചേക്കാം. ഓ, പെട്ടെന്ന് തന്നെ വെച്ചേക്കണേ. എനിക്കിവിടെ വേറെ പല ജോലിയുള്ളതാ. ഒരു പ്രധാന കാര്യം അറിയാനാ ഞാൻ വിളിച്ചത്. എന്താ? മാഫിയ ബന്ധമുള്ള ചില ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായിട്ടൊക്കെയുള്ള ബന്ധത്തിന്റെ പേരിലാണല്ലോ ഡോക്ടർ സുനിതയെ ഹോസ്പിറ്റലിൽ നിന്ന് പിരിച്ചുവിട്ടത്. അതെ. ആ കമ്പനികളുടെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വേണം. ഡീറ്റെയിൽസ് ഞാൻ ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടറുകളും ഹാർഡ് ഡിസ്കൊക്കെ പോലീസ് കൊണ്ടുപോയെന്ന് എനിക്കറിയാം. എന്നാലും ദേവികയുടെ കയ്യിലുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതെനിക്കൊന്ന് തരൂ. എന്തിനാ? വക്കീലിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അധികാരം ജഡ്ജിക്ക് മാത്രമാ. ഓഹോ, ഇവിടെ ഇപ്പോ ഞാനാണ് ജഡ്ജി എന്നങ്ങ് കൂട്ടിക്കോ. ഓക്കെ മൈ ലോർഡ്. ഇതേ നിരഞ്ജൻ സാറിന്റെ കേസിന്റെ ആവശ്യത്തിന് വേണ്ടിയാ. എന്നാ പിന്നെ എങ്ങനെ ഞാൻ സംഘടിപ്പിച്ച് തന്നോളാം. താങ്ക് യു. ഓ, നന്ദിയൊന്നും വേണ്ട. ഇയാള് നിരഞ്ജൻ ഡോക്ടറിനെ എത്രയും പെട്ടെന്നൊന്ന് പുറത്തിറക്കി തന്നാ മതി. ആ, ഡൺ. ഓക്കെ.